നന്നായിട്ട് വേകട്ടെ. ഇത് മൂടി കഴുകിയെടുത്ത ബീഫ്, 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് കൊച്ചുള്ളി, തക്കാളി, ഒരു സവോള, ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പില. പിന്നെ മസാലയ്ക്കായിട്ട് ഇത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, മല്ലി, മുളക്, ഇത് മീറ്റ് മസാല, ഇത് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് തേങ്ങ, പച്ചമുളക്. ഇതെല്ലാം വാഴിയെടുക്കാം. കാന്താരി മുളക് ആണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരുന്നേ, പക്ഷേ എൻ്റെ കയ്യിൽ കാന്താരി മുളകും ഇല്ല. പച്ചമുളകും കൊണ്ട് ചെയ്യാം. കടുകിടാം. ഇത് സവോള ഇടാം. ഒരു സവോള എടുക്കുന്നുള്ളൂ ഞാൻ. കരിയാപ്പില ഉപ്പിടാം. ഉപ്പിടുവാണെങ്കിൽ പെട്ടെന്ന് വരണ്ട് കിട്ടും. പിന്നെ ഇത് പട്ടയും ഗ്രാമ്പും ഏലക്ക ഇച്ചിരി ഇടിച്ചെടുത്തിട്ടതാണേ. മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ മീറ്റ് മസാല, വീട്ടിൽ പൊടിച്ച മീറ്റ് മസാല ആണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഒരു ദിവസം ഇടാം. പിന്നെ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഒന്ന് മൂക്കട്ടെ. അതിൻ്റെ പച്ച മണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതുപോലത്തെ ഒരു വലിയ ഉരുളിയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. ഇറച്ചി കഴുകി വാരി വെച്ചേക്കുന്ന ഇറച്ചി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഉരുളിയാവുമ്പോൾ യോജിപ്പിച്ചെടുക്കാൻ നല്ല എളുപ്പമാണ്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നെ കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു 5-6 വിസിൽ അടിക്കേണ്ടി വരും. നന്നായിട്ട് വേകണം, അന്നേരമാണ് നല്ല ടേസ്റ്റ്. പിന്നെ കുക്കറിൽ വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉരുളിക്കകത്ത് മാറ്റി പിന്നെ കുറച്ച് തക്കാളിയൊക്കെ ഇട്ടു. തേങ്ങാക്കൊത്ത് ഇടാൻ പോവുക. തേങ്ങാക്കൊത്ത് ഇട്ട് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. തേങ്ങാക്കൊത്തും പിന്നെ ചെറിയ ഉള്ളി, കൊച്ചുള്ളിയും കൂടെ മൂപ്പിച്ചിട്ട് ഇടാനാണ്. ഇനി അവസാനം ഇത് കുരുമുളക് പൊടി ഇടുക. പിന്നെ കുറച്ച് കായപ്പൊടി, ഇച്ചിരി കായപ്പൊടി ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്, നല്ല മണവും വരും. പിന്നെ അവസാനമായിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്നത് ഇടുക. നല്ല ടേസ്റ്റിയുള്ള ബീഫ് കറി റെഡിയായി. കണ്ടോ? ബീഫ് കറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ.